പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അത് പറയുന്ന സന്ദർഭം തബൂക്ക് യുദ്ധ വേളയിൽ ചില സഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ അവർ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി. അതുപോലെ മുനാഫിക്കുകളിൽപ്പെട്ട ആളുകളും വളരെ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലായിരുന്നു ആ യുദ്ധം എന്നതുകൊണ്ടൊക്കെ അവർ അതിൽ നിന്ന് മാറി നിന്നു. യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സന്ദർഭം കഴിഞ്ഞ് റസൂലുള്ള മടങ്ങി വന്നപ്പോൾ മാറി നിന്ന ആളുകളോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചപ്പോൾ പല മുനാഫിക്കുകളിൽപ്പെട്ട പല ആളുകളും പല കാരണങ്ങളും പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ പ്രയാസമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇല്ലാത്ത പല കാരണങ്ങളും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന 2-3 സഹാബിമാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ നബിയോട് പറഞ്ഞു, ഉള്ള സത്യം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞങ്ങൾ പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതാണ്, അല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും അവർക്ക് അന്നത്തെ വ്യവസ്ഥ പ്രകാരം, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്കെതിരിൽ നടപടിയുണ്ടായി. അങ്ങനെ മാസത്തിലധികം ദിവസങ്ങൾ അവരെ എല്ലാവരും കൂട്ടം വിലങ്ങി അഥവാ ബഹിഷ്കരിച്ചു. അവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, അവരുമായി യാതൊരു ഇടപാടും നടത്തരുത് എന്ന് പറഞ്ഞു. അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ അവരെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകണം എന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവർക്കത് വല്ലാത്ത ഒരു പ്രയാസം, ബുദ്ധിമുട്ടും ജീവിതത്തിലുണ്ടായി. വഅല സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹു ഹുവ തവ്വാബുർ റഹീം. 3 പേര്, ഈ 3 പേർക്ക് അവരുടെ ഭൂമി തന്നെ അവർക്ക് വളരെ ഇടുങ്ങിയതായി തോന്നി. അവർക്ക് സ്വയം വല്ലാത്ത പ്രയാസമുണ്ടായി. അങ്ങനെ അവർ ആത്മാർത്ഥമായി അള്ളാഹുവോട് പശ്ചാത്തപിച്ചു. അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി നൽകി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മാപ്പ് കൊടുത്തു. അങ്ങനെ അവർ പഴയ രീതിയിലേക്ക് തന്നെ വന്നു. ആ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ എപ്പോഴും സത്യസന്ധരായിരിക്കണം, സത്യസന്ധരുടെ കൂടെയായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. സത്യം എന്നത് നിങ്ങൾ കൈവിടാൻ പാടില്ല. ഇവർക്ക് സത്യം കൈവിടാതെ ഉള്ള പോലെ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ തിക്തമായ അനുഭവങ്ങൾ അതവർ സ്വയം അംഗീകരിച്ചു. പക്ഷേ പിന്നീട് അതൊരു വലിയ സന്തോഷത്തിനുള്ള അവസരം അവർക്കുണ്ടായി. ആ അവസരത്തിൽ അവർക്ക് വിശുദ്ധ ഖുർആൻ തന്നെ അവരുടെ തൗബ സ്വീകരിച്ചതൊക്കെ എടുത്ത് പറഞ്ഞു. അങ്ങനത്തെ ഒരു സന്ദർഭം അവർക്കുണ്ടായി. അത് ആ സത്യത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർക്ക് ഉണ്ടായ ഒരു വലിയ നേട്ടമാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പം ഇവിടെ സത്യം പറയുക അല്ലെങ്കിൽ സത്യസന്ധമായി നിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതിന് വിരുദ്ധമായ ഒരു രീതി നമുക്കറിയാം, കളവ് പറയുക എന്നുള്ളതാണ്. കളവായി പറയാം. ഇപ്പോൾ ഈ കളവ് പറയുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മളതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ അങ്ങനെ നമ്മുടെ നാവിലങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ഒരു രീതി നമ്മുടെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും വരും. വളരെ സൂക്ഷിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. പരലോകത്തെ ഒരു ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ജനങ്ങളെല്ലാവരും മഹ്ശറിൽ വിചാരണ കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിചാരണ നടക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ആദം അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. അദ്ദേഹം ആ
സന്ദർഭത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായൊരു തെറ്റ് വന്നിട്ടുണ്ട്, അതിന് ഞാൻ എന്തു മറുപടി പറയേണ്ടി വരും എന്ന് ആലോചിച്ച് എനിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആദം നബി ആ സ്വർഗത്തിൽ നിന്ന് കനി കക്ഷിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, എനിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ ഇത് പറയാൻ ഉള്ള അർഹതല്ല, കാരണം ഞാൻ എൻ്റെ മകൻ്റെ കാര്യത്തിലൊരു പ്രളയമുണ്ടായ സന്ദർഭത്തിൽ മകൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കടന്ന് സംസാരിച്ചിട്ടുണ്ട്, ആ ഒരു വിഷയത്തിൽ എനിക്ക് പേടിയാകണേ. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ചെല്ലുന്ന അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഏറ്റെടുക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ വിചാരണക്ക് മനുഷ്യരെ എടുക്കുന്ന ഭാഗവും ആ ചിത്രം ഹദീസുകൾ നമുക്ക് വിവരിച്ചു തരുന്നു. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അദ്ദേഹം പേടിക്കുന്ന രംഗം വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല, കാരണം ഞാൻ വലിയ ഒരു തെറ്റു ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റു വന്നിട്ടുണ്ട്, അതിനെന്തായിരിക്കും എനിക്ക് ശിക്ഷ എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു അറിവുമില്ല, ഞാൻ അതിൽ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരുടെ ചെല്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കളവ് എന്ന് പറയുന്നത് അത് എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പേടിക്കുന്നത്, ഞാനൊരു 3 പ്രാവശ്യം ഉള്ളതുപോലെ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. അത് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിനെ സംബന്ധിച്ച് പറയുന്ന വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളരെ സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു എന്നാണ്. ആ സത്യസന്ധനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് പേടിക്കുന്ന വിഷയം താൻ ഉള്ള പോലെയല്ലാതെ പറഞ്ഞ ഒരു 3 സന്ദർഭം ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. 100-ലധികം വർഷം ജീവിച്ച ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന് ജീവിതത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ തൻ്റെ ജീവിതത്തിൽ വന്ന പാകപ്പിഴവ് എന്ന് പറയാൻ ഈ 3 സന്ദർഭങ്ങളെ അയാൾക്ക് ഉള്ളൂ എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം അധികരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പേടിക്കുന്ന കാര്യം അതിൽ 3 ഉള്ളതുപോലെ അല്ലാതെ പറഞ്ഞ 3 സന്ദർഭം. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പദ്ധതി മനസ്സിൽ ആവിഷ്കരിച്ച് നിൽക്കുന്ന സമയമാണ്. ആ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ആവിഷ്കരിച്ച് മനസ്സിലങ്ങനെ ഇരിക്കുന്ന സമയം കൂട്ടുകാരൊക്കെ വിളിച്ചു, ഇബ്രാഹിം നീ പൂരം കാണാൻ പോരുന്നില്ലേ? നാട്ടിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ഉത്സവവും പൂരവും ഇവിടെ നടക്കുന്നുണ്ട്, അത് കാണാൻ നീ പോരുന്നില്ലേ എന്ന് ഇബ്രാഹിം നബിയോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനില്ല, ഇന്നി സഖീം, എനിക്ക് സുഖല്ല എന്ന് പറഞ്ഞു. എനിക്ക് സുഖല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ സുഖല്ലായ്മല്ല, ഇബ്രാഹിം നബി വേറെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു നിന്നാണ് ആ സന്ദർഭത്തിൽ സുഖല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബി പേടിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി, ഒരു രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ ഭാര്യയെ ആ രാജാവ് ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുമോ എന്ന് പേടിച്ച ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അത് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മനുഷ്യൻ എന്നുള്ളവർക്ക് സഹോദരിയാണെങ്കിലും ആ ഒരു വാക്ക് ഇബ്രാഹിം നബി ആ സന്ദർഭത്തിൽ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ സന്ദർഭമായി ഇബ്രാഹിം നബി പേടിക്കുന്നതായി എടുത്തു പറഞ്ഞ കാര്യം. മൂന്നാമത്തെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇബ്രാഹിം നബി ആകാശത്തേക്ക് നോക്കിയിട്ട് ഓരോന്നിനെ പറ്റിയും ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂര്യനെ നോക്കി ചന്ദ്രനെ നോക്കി ഇതാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. അത് മറ്റൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വാസ്തവത്തിൽ ഇതൊന്നും നമ്മൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു കളവല്ല, ഇതൊന്നും ഒരു കളവായി ആരും മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ 3 സന്ദർഭങ്ങൾ ഉണ്ടായതിൽ അങ്ങേയറ്റം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് പരലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പല കളവുകളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളുടേത് എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പല ആളുകളും, പൂർവികരായ പല ആളുകളും, ഇപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം പറയുന്നുണ്ട്, മാ കദബ്തു കദിബത്തൻ മുൻദു ശദത്തു അലയ്യ ഇസാരി, ഞാൻ തുണി എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു കളവും പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞാണ്,
തുണി ഉടുക്കുന്നത് മുതൽ ഓർമ്മ വെച്ച മുതൽ ഒരു കളവ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ അഹ്നഫിന് കൈസ് എന്ന് പറഞ്ഞ സഹാബി പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഞാൻ ഒരു കളവും പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ കളവ് പറഞ്ഞിരിക്കണം. അവര് മനസ്സിൽ കാണുന്ന കളവാണ് കേട്ടോ. ഒരിക്കൽ കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് സഅലനി ഉമർ ബിൻ ഖത്താബ് ബികം അഖത്ത സൗബക്. ഒരിക്കൽ എന്നോട് ഉമർ ഖത്താബ് ചോദിച്ചു, നീ ഈ വസ്ത്രം, നിന്റെ ഈ ഷർട്ട് നീ എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണ്, നീ എത്ര പണം കൊടുത്ത് വാങ്ങിയതാണെന്ന് ചോദിച്ചു. ഫസ്കത്ത് സുലൈസൈ സമാൻ. അപ്പൊ ഞാൻ വാങ്ങിയതിൻ്റെ ഒരു 1/3 വില പറഞ്ഞോളൂ. വില കൂടുതലാന്ന് ഉമർ ഖത്താബ് പറഞ്ഞാൽ അതിന് ദേഷ്യം പിടിക്കുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. വാങ്ങിയത് 300 രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു 100 രൂപയാണ് വില എന്ന്. അതാണ് ജീവിതത്തിൽ ഞാനൊരു കളവ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സഹാബിന്റെ, അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ മസ്ലമ, അദ്ദേഹത്തിന്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഒരു കളവ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരിക്കൽ ഒരാള് ഭക്ഷണത്തിന് ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ അയാൾ പറഞ്ഞ വലിയൊരു കളവായിട്ട് അയാളുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യമായി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അത് തന്നെ ഓർത്തു വെക്കുന്ന ഒരു കളവായിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാളെ ജീവിതത്തിൽ അയാൾ ഓർത്തു വെക്കുന്ന, ഞാൻ പറഞ്ഞൊരു കളവാണല്ലോ ഇത് എന്ന് ഓർത്തു വെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സഹാബാക്കളുടെയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് തുലനം ചെയ്യേണ്ടത് നമ്മളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം പറയാം. സത്യം പറയുന്ന ഒരാള് അവൻ എപ്പോഴും ഒരു നന്മയിലേക്ക് അവൻ എത്തും. ആ നന്മ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. പരലോകത്ത് ഈ സത്യവാന്മാരെ പരലോകത്ത് അള്ളാഹു അവൻ്റെ റിക്കാർഡിൽ സത്യമേ പറയൂ എന്നുള്ള ആളുകളെ സത്യവാൻ എന്ന് റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടും. അത് വലിയ ഒരു സ്ഥാനമാണ്. പടച്ചോൻ്റെ റിക്കാർഡിൽ സത്യവാൻ എന്ന് രേഖപ്പെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അതിമഹത്തായ ഒരു സ്ഥാനമാണ്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ കദീബ്, എന്താ കളവ് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ ഒരുപാട് നിങ്ങളുടെ മറ ഇല്ലാതെയായിപ്പോവും. ഫുജൂർ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരു കീറലുണ്ടാകും എന്നുള്ളതിനെ പറയണം. കീറലിനാണ് ഫജ്റ എന്ന് പറഞ്ഞാൽ കീറലിനാണ് പറയാം. അപ്പോൾ എവിടെയാണ് ഈ കീറല്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു വരുന്ന പല നന്മകളിലും അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പല നന്മകൾക്കും ഓട്ടയുണ്ടാകും. കളവ് പറഞ്ഞാൽ അത് ഓട്ടപ്പെട്ടു പോകും, കീറിപ്പോകും. അങ്ങനെ കീറിപ്പോയി കഴിഞ്ഞാൽ ആ ഫുജൂറിലേക്ക് എത്താൽ ഫൈനൽ ഫുജൂറ ഇലന്നാർ, അത് നരകത്തിലേക്ക് എത്തും. വൈന്നർ റജുല, റസൂലുള്ളാഹി പറഞ്ഞു, വൈന്നർ റജുല ല യക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ്. ഒരു മനുഷ്യൻ അവനങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ കളവ് അങ്ങനെ പറഞ്ഞിട്ട് എത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ്, അള്ളാന്റെ അടുക്കൽ അവനെ രേഖപ്പെടുത്തപ്പെടും, കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. അതൊരു വലിയ ഏറ്റവും ഗൗരവമുള്ളൊരു സംഗതിയാണ്. കദ്ദാബ് നമ്മളെ പറ്റി പടച്ചോൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മുദ്ര നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഒരാളെ പറ്റി അയാൾ കളവേ പറയുള്ളൂ എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് എത്ര മാനക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അള്ളാന്റെ രേഖയിൽ കളവ് പറയണവൻ കള്ളൻ എന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞതോ അത് വലിയ മാനക്കേട് മാത്രമല്ല, അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുള്ളത്, നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ നാവിലൂടെ അങ്ങനെ കളവുകൾ വന്നുകൊണ്ടേയിരിക്കും. പടച്ചോൻ നമ്മൾ ഈ കദ്ദാബ് രേഖപ്പെടുത്തുന്ന എപ്പോഴാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കളവില്ലാതെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് കളവ് പറയാതെ ഒരു വർത്താനം പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അത് മനുഷ്യൻ്റെ ഒരു വല്ലാത്ത അധപ്പതനത്തിൻ്റെ ഭാഗമാണ്. ഏത് വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും അപ്പോൾ അതിലറിയാതെ നമ്മൾ വിചാരിച്ചിട്ടൊന്നാലും ഒരു ആവശ്യം ഉണ്ടാവില്ല, ആവശ്യമില്ലാതെ അതിലങ്ങനെ കളവുകൾ അങ്ങനെ ഫിറ്റ് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് അങ്ങനെ കയറിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടായി വരും. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ
അപകടമാണ്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരിലും ഇങ്ങനത്തെ ചില സ്വഭാവങ്ങൾ ഉണ്ടാകും, അത് അവർ സൂക്ഷിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു. അത് റസൂലുള്ള പറഞ്ഞു, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ. ഒരാളിൽ 4 കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ തനി മുനാഫിക്കായി കണക്കാക്കാം. ആ 4 കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സംസാരിച്ചാൽ കളവ് പറയുക, അതുപോലെ തന്നെ വിശ്വസിച്ചാൽ ചതിക്കുക, അതുപോലെ പിന്നെ തമ്മിൽ തെറ്റിയാൽ തെറി വിളിച്ചു പറയുക. അങ്ങനത്തെ 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി. സംസാരിച്ച വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച വരുത്തുക, അല്ലെങ്കിൽ അത് രഹസ്യമായ ഒരാൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം അത് പരസ്യമാക്കുക പോലത്തെ ആദി കാര്യങ്ങൾ ചെയ്യുക. തമ്മിൽ തെറ്റിയാൽ ഇതാ ഹാസമ ഫജറാൻ. എന്നിട്ട് റസൂലുള്ള പറയുകയുണ്ടായി, വൈൻ കാനത്ത് ഫീ ഖസ്ലത്തുൻ. ഇത് 4 ഒരാളിലുണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു മുനാഫിക്കിന്റെ എല്ലാ അടയാളങ്ങളും അവനിൽ, ഒരു കപടവിശ്വാസിയുടെ എല്ലാ അടയാളങ്ങളും അവനിൽ സമ്മേളിച്ചു. എന്നാൽ വൈൻ കാനത്ത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന, ഇതിലേതെങ്കിലും ഒന്നൊരാളിൽ അവശേഷിക്കുന്നു വിചാരിക്കുക. ചില ആളുകളിൽ ഇത് 4 കൂടി ഉണ്ടാവില്ല, പക്ഷേ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഓരോരുത്തരെ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ ഇദാ ഹദ്ദസ കസബ എന്ന് പറഞ്ഞത് അവശേഷിച്ചാൽ അത്രയും ആ വിഷയത്തിൽ അവൻ ഒരു കപടവിശ്വാസിയുടെ അവസ്ഥയിലേക്ക് തന്നെ അവൻ മാറിപ്പോകുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ ഉള്ളത് ഉള്ള പോലെ പറയുന്നതിനാണ് സത്യസന്ധത. ഉള്ളത് ഉള്ള പോലെ അല്ലാതെ പറയുക, അത് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുക, അതിനാണ് സാധാരണ കളവ് എന്ന് പറയാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒരു ഒരു ഒഴികഴിവ് നൽകിയത് 3 കാര്യങ്ങളിൽ മാത്രമാണ്. ഉള്ളത് ഉള്ള പോലെ തന്നെ പറയണം നിർബന്ധമല്ല എന്ന് പറയുന്ന സംഗതി 3 സംഗതികളാണ്. അതൊന്ന് പറഞ്ഞിട്ടുള്ളത് അൽ ഹർബ്, യുദ്ധത്തിലാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉള്ളത് ഉള്ള പോലെ പറയണമെന്നില്ല, പരമാവധി കളവാകാത്ത രീതി കാര്യങ്ങൾ പറയാം. പക്ഷേ നമുക്ക് അറിയുന്നതായിരിക്കും ശത്രു എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നേതാവ് എവിടെയാണ് നമുക്കറിയാം. ഒരു ശത്രു എന്ന് അയാൾ എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയേണ്ട ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അവിടെ യുദ്ധത്തിന്റെ സന്ദർഭം. രണ്ടാമത്തെ പറഞ്ഞത് 2 ആളുകൾ തമ്മിൽ പിണക്കം തീർക്കാൻ വേണ്ടി നമ്മൾ നടത്താൻ ഇസ്ലാഹു ബൈനന്നാസ്, പിണക്കം സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ തമ്മിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഈ വ്യക്തി പറഞ്ഞതൊക്കെ മറുഭാഗത്ത് പറഞ്ഞതൊക്കെ ഈ ഭാഗത്തും പറഞ്ഞുകൊണ്ടല്ല ചെയ്യേണ്ടത്. ആ വ്യക്തി അയാൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെ പറഞ്ഞിരിക്കണേ എന്ന് പറയേണ്ട ബാധ്യതയല്ല. അവിടെ എല്ലാം ഉള്ള പോലെ പറയണമെന്നില്ല, എല്ലാ ഉള്ള കാര്യവും പറയണമെന്നില്ല. അവിടെ ആ വിഷയത്തിൽ ഒരു ഒഴികഴിവുണ്ട്. 3ാമത്തെ സംഗതി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടക്കുന്ന ശൃംഗാര സംസാരങ്ങൾ. അത് കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ശൃംഗാര സംസാരങ്ങൾ ഉണ്ടാവും. ആ സംസാരങ്ങളിൽ ഓരോ പദങ്ങളും എടുത്ത് അത് സത്യോ അസത്യോ, അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തേണ്ട ആവശ്യമില്ല. അത് ആ ഗണത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംസാരങ്ങളെ ആ ഒരു ഗണത്തിലേ ഗണിക്കാൻ പാടുള്ളൂ. ഈ 3 ഘട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ കളവായി തന്നെയാണ് പറയാ. ഈ കളവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാം, അല്ലെ ഇന്ന കാര്യം ഞാൻ കണ്ടു എന്ന് പറയാം. ഇന്ന കാര്യം ഞാൻ ചെയ്തു, കണ്ടു, ഇന്ന കാര്യം അനുഭവിച്ചു എന്ന് പറയാം. വാസ്തവത്തിൽ അവൻ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ് കളവിൻ്റെ 1ാമത്തെ ഇനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം സ്വപ്നത്തെ സംബന്ധിച്ചാണ്. സ്വപ്നങ്ങൾ ഒരാൾ കളവിൽ പറയുന്നതിൻ്റെ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. സ്വപ്നം കാണാത്ത സ്വപ്നങ്ങൾ കണ്ടതായി പറഞ്ഞ് ആളുകളെ ധരിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങളിലും നമുക്ക് കാണാൻ കഴിയും, പല വിഷയത്തിലും തെളിവായി പല ആളുകളും ഉദ്ധരിക്കാറുള്ളത് അങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അത് നമ്മൾക്ക് പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വഴിയില്ല. അപ്പം അങ്ങനെ പറയുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അത് കളവിൻ്റെ 1ാം ഗണത്തിൽപ്പെടുന്ന കാര്യമാണ്. അത് വളരെ ശിക്ഷാർഹമായ കാര്യമാണ്. 2ാമത്തെ സംഗതി കളവിൻ്റെ ഗണത്തിൽപ്പെടുന്നത് ഇന്ന പോലെ ഞാൻ ചെയ്യും എന്ന് ഒരാൾ പറയാം, മനസ്സിൽ അത് ചെയ്യാൻ ഒരു ഉദ്ദേശമില്ലാതെ
അത് കളവിൻ്റെ ഒന്നാമത്തെ ഇനത്തിൽ പെടുത്തപ്പെട്ട സംഗതിയാണ്. ഇന്നപോലെ ഞാൻ ചെയ്യും എന്ന് പറയാം, അയാൾ മനസ്സിൽ ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ അത് കളവല്ല. നേരെ മറിച്ച് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമേ ഇല്ല, അങ്ങനെ ഒരു പരിപാടി തന്നെ അയാൾക്കില്ല, എന്നിട്ട് മറ്റാളോട് ഇങ്ങനെ ചെയ്യും എന്ന് പറയാന്ന് പറഞ്ഞത് അത് ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം, നമ്മൾ പറയുന്ന കളവുകൾക്ക് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയാം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യഅലമൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമില്ല എന്നാണ്. എന്ന് വെച്ചാൽ പടച്ചോനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറയാം, വല്ലാഹി പറഞ്ഞിട്ട് കളവ് പറയാം. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഒന്ന് അങ്ങനെയാണ്. രണ്ടാമത്തത്, നമ്മളൊരു കളവ് പറയാ, എന്നിട്ട് നമ്മൾ പറയാ എന്ത്, ഇത് അള്ളാഹ്ക്കറിയാം, ഇതിങ്ങനെയാണെന്നുള്ള സംഗതി അള്ളാഹ്ക്കറിയാം എന്ന് പറയാം. അള്ളാഹ്ക്ക് അറിയണ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു ചെയ്തു എന്ന് അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അത് ഗൗരവമേറിയ കളവായിക്കൊണ്ടാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതാണ് കള്ളസാക്ഷി പറയാം. അത് കളവിൻ്റെ ഭാഗമാണ്. കള്ളസാക്ഷി പറയാം. നമ്മൾ കാണാത്തൊരു സംഗതി കണ്ടു എന്ന് പറയാം, പോലീസുകാർ പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരാളെ തല്ലുന്നതോ അടിക്കുന്നതോ കൊല ചെയ്യുന്നതോ മറ്റെന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് കള്ളസാക്ഷി പറയുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിഗൗരവമേറിയ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ്. നമ്മളിടയിൽ അത് അത്ര ഒരു വലിയ വൻപാപ്പല്ല. ഇപ്പം അങ്ങാടിയിലൊരു അടി നടന്നാൽ, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊരു എന്തെങ്കിലും സംഘർഷം നടന്നാൽ കുറേ ആൾക്കാരെ പേരിൽ കേസുണ്ടാകും. കേസുണ്ടാകലെന്ന് മാത്രമല്ല, അവരൊക്കെ അത് ചെയ്തിട്ടുണ്ട്, അവരതിൽ ഭാഗവാക്കാണെന്ന് പറയാൻ കുറേ സാക്ഷികളുണ്ടാവും. അപ്പോൾ അതൊക്കെ കള്ളസാക്ഷിയാണ്. ആ സാക്ഷികൾ അതുപോലെ കോടതിയിൽ കള്ളസാക്ഷിത്വം പറയാ എന്നൊക്കെ പറയുന്നത് ചെറിയ സംഗതിയല്ല, അതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാൾ കളവ് പറയണമെന്ന് പറയാൻ വേറെ കൂടുതലൊന്നും വേണ്ട, കേട്ടത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യുക. കേട്ടത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കളവിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. അവനവൻ കേൾക്കുന്നതും അവനവൻ മറ്റൊരാൾക്ക് പറയണ സംഗതിയും കേൾക്കണത് നമുക്ക് കേൾക്കാം, എന്തും കേൾക്കാം, വായിക്കണത് വായിക്കും ചെയ്യാം, വിരോധമല്ല. പക്ഷെ ഈ വായിക്കുന്നതും കേൾക്കുന്നതും നമ്മൾ മറ്റൊരാൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യുക, മറ്റൊരാളോട് അങ്ങനെ തന്നെ പറയുക, അതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളവർക്ക് ഉദ്ധരിക്കുക, നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയും കേട്ടതും കണ്ടതും ഒക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അത് കളവിൻ്റെ ഒരു ഇനം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാം ഷെയർ ചെയ്യുകയും എല്ലാം മറ്റുള്ളവരിലേക്ക് നൽകുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ആ പറഞ്ഞ സംഗതിയിൽ വല്ല വാസ്തവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവൻ വായിച്ച് അവിടെ നിന്നോട്ടെ, അത്ര വായിച്ച് അവിടെ നിൽക്കുക. മറ്റ് ഉള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ നമ്മളത് ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നമ്മൾ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പറയും പോലെ തന്നെയാണ്, നമ്മളത് ചെയ്യും പോലെ തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കണം. സർക്കാർ തലത്തിലും മറ്റുമൊക്കെ ഒരുപാട് ഈ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്കുണ്ട്. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത ആൾ കുറ്റവാളിയായിരിക്കും, ഇല്ലെങ്കിൽ എന്നൊക്കെ ഉണർത്തുന്നത് എന്താണ്, അതൊരു തെറ്റാണ്, അപരാധമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അതൊക്കെ മതപരമായും അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ പരലോകത്ത് വലിയ ശിക്ഷാർഹമായൊരു കാര്യം തന്നെയാണ്. ഖബറിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സഹാബാക്കളിൽപ്പെട്ട ആളുകളോട് ഇന്നലെ ഓരോരുത്തർ കണ്ട സ്വപ്നങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ കണ്ട സ്വപ്നം ഇങ്ങനെ പറഞ്ഞു. ആ സ്വപ്നം ഇങ്ങനെയാണ്. അയാൾ കണ്ട സ്വപ്നത്തിൻ്റെ രീതി, ഒരാൾ പരലോകത്ത് അയാളെ കാണുന്ന ഒരവസ്ഥ, അയാളുടെ വായിൻ്റെ രണ്ട് ഭാഗവും കീറി വലിച്ച് തൻ്റെ പിരടിയിലേക്ക് വലിച്ച് കീറി മാറ്റപ്പെടുന്ന അവസ്ഥ കണ്ടു. കണ്ണ് പിടിച്ച് പിരടിയിലേക്ക് വലിക്കുന്ന അവസ്ഥ കണ്ടു. അങ്ങനെ ആ അവസ്ഥ കണ്ടപ്പോൾ അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഫഇന്നഹു റജുൽ യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദിബത
യബ്ലഗുൽ ആഫാഖ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അയാൾ അവൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും. ഇറങ്ങിയിട്ട് അങ്ങനെ കുറേ കളവങ്ങനെ മൂപ്പര വക പറഞ്ഞങ്ങനെ ഉണ്ടാക്കും. അത് യബ്ലഗുൽ ആഫാഖ്, അതങ്ങനെ നാട്ടിൽ മുഴുവൻ പ്രചരിക്കുകയും ചെയ്യും. ആ രീതിയിൽ കളവ് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം ഇവിടെ ഉപയോഗിച്ച് യബ്ലുഗുൽ ആഫാഖ് എന്നാണ്. ആഫാഖ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അത് പ്രചരിക്കുന്നതാണ്. അന്ന് കാലത്ത് ഇപ്പോൾ ഈ ലോകം മുഴുവൻ പ്രചരിക്കുക എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം അന്ന് ഒരാളൊരു കളവ് നാട്ടിൽ അങ്ങാടി പോയി പറഞ്ഞാൽ അതെങ്ങനെയാ ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിക്കുക? ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു കളവ് ഒരാളാണ്ട് എഴുതി വിട്ടാൽ അത് ലോകം മുഴുവൻ ആ കളവ് പ്രചരിപ്പിക്കാനുള്ള നമ്മളുടെ ഈ പറഞ്ഞ വാർത്താ മാധ്യമങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ റസൂലുള്ള പറഞ്ഞ പോലെ തബ്ലീഗുൽ ആഫാഖ്, ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കളവ് ആയി മാറുന്ന, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് ലഭ്യമാകുന്ന ശിക്ഷയെ പറ്റിക്കാണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രീതിയിൽ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൽ മനസ്സിലാക്കാൻ ഉണ്ടായ മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഈ കാര്യം നമ്മൾ ചെയ്താൽ വേറെ എന്തൊക്കെ ദോഷങ്ങളാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ്. അതിലൊന്ന് നമ്മൾക്കുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സിദ്ഖു തുമഇനീനത്തുൻ, സത്യസന്ധത എന്ന് പറഞ്ഞാൽ വലിയ മനസ്സമാധാനമാണ്. നമുക്ക് എത്ര ശിക്ഷ എത്ര കയ്പുള്ളതായാലും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഒരാൾക്ക് ബോധ്യമായിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് അടിയും ഇടിയും തൊഴിയും ഒക്കെ കിട്ടിയാലും ശരി, അതിൻ്റെ പേരിൽ കൊലക്കയറ് കിട്ടിയാലും ശരി, മനസ്സിൽ നല്ല സമാധാനം ഉണ്ടാവും. അതാണ് സിദ്ഖു തുമഇനീനത്തു എന്ന് പറഞ്ഞത്. പിന്നെ വൈന്നൽ കദിബ റീബ, കദിബ് എന്ന് പറഞ്ഞാൽ കളവ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഗതിയാണ്. അങ്ങനെ കളവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ട് നമ്മൾ ഒരു കള്ളസാക്ഷി പറഞ്ഞ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു കൊലപാതകത്തിന് കള്ളസാക്ഷി പറഞ്ഞിട്ട് ഒരാൾ ജയിലിലാക്കി എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. അതെന്നും നമ്മളുടെ മനസ്സിൽ, മനസ്സാക്ഷിയുള്ള ഒരാളെ മനസ്സിൽ, വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ എന്നും അത് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ താൻ കളവ് പറഞ്ഞ് നേടിയ എന്തെങ്കിലും നേട്ടങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെന്നും അസ്വസ്ഥത നിറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് വൈന്നൽ കദിബ റീബത്തുൻ എന്നുള്ളത്. മറ്റൊന്ന് റസൂലുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ എന്താണ്, ഹൃദയത്തിന് രോഗം ബാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് രോഗം ബാധിച്ചാൽ അതിന് നമുക്ക് ചികിത്സകൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഹൃദയത്തിൻ്റെ രോഗം ബാധിക്കുന്നതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളിൽ ഒന്ന് അത് ബിമാ യക്ദിബൂൻ, അവർ കളവ് പറയുന്നതാണ് എന്നാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ വലഹും അദാബുൻ അലീം ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറയുന്നവരാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഹൃദയത്തിന് രോഗമുണ്ടായി വരാൻ അതൊരു കാരണമായി വരും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ആ വിഷയത്തിൽ ഭൗതിക ജീവിതത്തിൽ അത് ബർക്കത്ത് നഷ്ടപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകിച്ചും കച്ചവടക്കാരെ പറ്റി റസൂലുള്ള പറഞ്ഞ സംഗതിയാണ് ഫഇൻ സദഖാ വബയ്യന വബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. രണ്ടുപേര് കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ, അവരത് സത്യസന്ധമായി അത് ഉള്ളതുള്ള പോലെ, അല്ലെങ്കിൽ അതിൽ വെളിപ്പെടുത്തേണ്ട സംഗതിയൊക്കെ വെളിപ്പെടുത്തി പറഞ്ഞു കൊടുത്തു. വെളിപ്പെടുത്തേണ്ട സംഗതിയും വെളിപ്പെടുത്തേണ്ടാത്ത സംഗതിയുണ്ട് കച്ചവടത്തിൽ. ഇപ്പോൾ ഒരാൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഞാനത് എത്രക്കാ വാങ്ങിയത് എന്ന് മറ്റേ ആളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങിയതാണ്, അത് ഞാൻ എനിക്ക് ഇത്ര തരികയാണെന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമല്ല. ഈ സാധനത്തിന് എനിക്ക് ഇത്ര രൂപ കിട്ടണം, അത് പറഞ്ഞാൽ മതി. അത് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിയാലും അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ വിഷയത്തിൽ അയാൾ ചോദിച്ചു നിൽക്കുക, ഇത് എത്രക്ക് വാങ്ങിയതാണെന്ന്, അത് പറയേണ്ട ആവശ്യമില്ല. അത് പറയാതെ തന്നെയാണ് ആ കച്ചവടം നടത്തുക. അങ്ങനെ കച്ചവടം നടത്താം, രണ്ടാൾക്കും സംതൃപ്തമാകണം എന്ന് മാത്രം. എന്നാൽ ചില സംഗതികൾ വെളിപ്പെടുത്തേണ്ടതുണ്ടാവും. ഒരു തകരാറുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കുക, കേടായൊരു വസ്തുവാണ്, ഇതിന് ഇന്ന തകരാറുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ പറയേണ്ട സംഗതി പറയാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ഒരാൾ കച്ചവടം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, ഒരാൾ സംഗതി പറയേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ആ കച്ചവടത്തിൽ അവർക്ക് നല്ല ബർക്കത്ത് ഉണ്ടാവും. എന്നാൽ വൈൻ കതമാ വകദിബ്, കളവ് പറഞ്ഞിട്ട്
പലതും മറച്ചു വെച്ചിട്ടാണ് ഓൻ കച്ചവടം നടത്തണമെങ്കിലോ മുഹക്കത്ത് ബർക്കത്തു ബൈഇഹിമ, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. അവിടെ കച്ചവടത്തിൽ ലാഭമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നല്ല മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ലാഭമൊക്കെ കിട്ടും. പക്ഷേ എന്തുണ്ടാകും? മുഹക്കത്ത് ബർക്കത്തു ബൈഇഹിമ എന്നാണ്. ആ കച്ചവടത്തിന്റെ ബർക്കത്ത് അതോടുകൂടി ഇല്ലാതെയും. ബർക്കത്തില്ലാതായി പോയാൽ പിന്നെ ഈ ലാഭം കിട്ടിയിട്ടൊന്നൊരു കാര്യമല്ല. അതായത് നമ്മൾ ആവശ്യത്തിന് തയ്യില്ല എന്നർത്ഥം. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. ബർക്കത്തില്ലാതായ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായി ഉപകരിക്കൂല. നമ്മൾക്ക് പണം കുറേ കയ്യിലുണ്ടാവും, പക്ഷെ ആ പണം കയ്യിലുണ്ടെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾ അതിനേക്കാൾ കൂടുതലായി മാറും. അതിനേക്കാൾ ചെലവഴിക്കേണ്ട ഘട്ടം നമുക്കുണ്ടാകും. അങ്ങനത്തെ ഉള്ളത് ഒരിക്കലും തികയാതെ വരുന്ന ഒരവസ്ഥയാണ് ഇത്തരം സാമ്പത്തികമായ രംഗത്തുള്ള ബർക്കത്ത് എന്ന് പറയുന്നത്. സമയത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതിക്കും ചെയ്തു തീർക്കാൻ സമയം കിട്ടാത്ത അവസ്ഥ വരിക. സമയത്തിൽ ബർക്കത്തില്ല. പൂർവ്വകാല പണ്ഡിതന്മാരെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ട്, ഭയങ്കര സമയത്തിൽ വല്ലാത്ത ബർക്കത്തുള്ള ആളുകളാണ്. കാരണം ഇങ്ങനെയൊന്നും എഴുത്തിനുള്ള സാധ്യതകളൊന്നും ഈ രീതിയിൽ വളർന്നിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് നൂറുകണക്കിന് വാള്യങ്ങളുള്ള പുസ്തകങ്ങൾ അവർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അവർ എഴുതിയതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പോലെ സംവിധാനമൊന്നുമില്ലല്ലോ. ആ കാലഘട്ടത്തിലെ ചെറിയ പേന ഉപയോഗിച്ച് ഓരോരുത്തരിങ്ങനെ എഴുതുന്ന എഴുത്താണല്ലോ. അവരുടെ സമയത്തിൽ നല്ല ബർക്കത്തുണ്ടായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ പറയണത് ബർക്കത്തുള്ള സമയം ലഭിച്ചൊരു പണ്ഡിതനാണ് എന്നാണ്. ആ രീതിയിൽ അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്തോ അത് ചെറുതോ കുറച്ചോ കൂടുതലോ എന്നതോടെ പ്രശ്നമല്ല. എന്താണോ ലഭിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തമായി നമുക്ക് ഉൾക്കൊള്ളാവുന്ന, നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും തികയുന്ന ഒന്നായി മാറുക. വിവാഹ സന്ദർഭത്തിലൊക്കെ പലപ്പോഴും ഞാൻ ഉണർത്താറുള്ള ഒരു കാര്യമാണ്. അതാണ് വിവാഹത്തിലും ഏറ്റവും ആവശ്യമുള്ള കാര്യം. നമുക്ക് ലഭിക്കുന്ന ഇണ അത് ഏത് ഇണയാണെങ്കിലും ശരി, എങ്ങനത്തെ ഇണയാണെങ്കിലും നമ്മൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഇണ, ആ ഇണയെ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ തൻ്റെ ജീവിതത്തിലെ എല്ലാ സംതൃപ്തിക്കും നിദാനമായി മാറുക. പിന്നെ മറ്റൊന്നിലേക്ക് നമുക്ക് തികയാത്തൊരവസ്ഥ ഇല്ലാത്ത രീതിയിൽ ആ ഇണ മാറുമ്പോഴാണ് നമ്മളുടെ വൈവാഹിക ജീവിതം ബർക്കത്തുള്ളതായി മാറുക എന്ന് പറയുന്നത്. അതുപോലെ കച്ചവടം കൊണ്ട് കിട്ടുന്ന ലാഭം അത് നിങ്ങൾക്ക് ബർക്കത്തുള്ളതായി മാറണമെങ്കിൽ അതിൽ കളവുണ്ടാകരുത്. കളവില്ലെങ്കിൽ ലാഭം കുറേ കിട്ടും, പക്ഷെ അതുകൊണ്ട് ബർക്കത്തുണ്ടായിക്കൊള്ളണം എന്ന വിഷയത്തിലില്ല. നാലാമത്തെ ഒരു സംഗതി ആ വിഷയത്തിലുള്ളത്, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, വളരെ അമിത വ്യയം ചെയ്യുന്ന അല്ലെങ്കിൽ അമിതമായി കാര്യങ്ങളെ തീവ്രമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കും കളവ് പറയുന്ന ആളുകൾക്കും അള്ളാഹിൻ്റെ ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. പടച്ചോൻ്റെ ഒരു വെളിച്ചമുണ്ട്, പടച്ചോനൊരു ഹിദായത്ത് നടക്കില്ല, അത് കിട്ടേണ്ടതില്ല, അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വാക്കിലും പ്രവൃത്തികളിലൊക്കെ വരുന്ന കളവ് വരുന്നത് കച്ചവടക്കാർക്ക് കച്ചവടമല്ല, കളവ് പറയാതെ എങ്ങനെ കച്ചവടം നടക്കുമോ എന്നൊക്കെ, അതൊക്കെ നടക്കും. സത്യസന്ധമായി തന്നെ നടക്കും. ബർക്കത്തുള്ള കച്ചവടം നടത്താൻ കഴിയും. നമ്മുടെ ഇടപാടുകൾ, അതുപോലെ കടബാധ്യതകളാണ് കളവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന മാർഗം. റസൂലുള്ളാഹി പറഞ്ഞു, കടബാധ്യതകളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ച കുറേ കളവ് പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് കടം വരുത്താതെ ഉള്ളത് കൊണ്ട് മാന്യമായി സംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കളവ് പറയേണ്ടി വരില്ല. ഏതായാലും കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരേണ്ട കാര്യമാണ് കളവ് പറയാൻ. എന്ത് തെറ്റ് ചെയ്താലും കളവ് അവനിൽ നിന്ന് ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മുഅ്മിന് കട്ടെടുക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉണ്ടായേക്കാം. മുഅ്മിനായിക്കൊണ്ടും ചില ആൾക്ക് ചില ദുർബല നിമിഷത്തിൽ ചിലപ്പം കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ വ്യഭിചരിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കോ മുഅ്മിന്? ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ മൂന്നാമത് ചോദിച്ചത്, കളവ് പറയോ മുഅ്മിൻ? അത് മുഅ്മിൻ പറയില്ല. അതാ റസൂലുള്ളാഹി. അതൊരു മുഅ്മിൻ കളവ് പറയില്ല. മറ്റതൊക്കെ ചിലപ്പോൾ ദുർബലമായി തൻ്റെ ദൗർബല്യത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒക്കെ വന്നേക്കാം. എന്നാലും കളവ് ഒരു മുഅ്മിൻ പറയില്ല എന്നാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആകേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം, മക്കളെ ശീലിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കളവ് പറയുന്ന കാര്യം ശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു സംഗതി വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വാഗ്ദത്തം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം.
ഇല്ലെങ്കിൽ ചെറിയ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മനസ്സിലാക്കുക, അതൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ പരീക്ഷയിൽ പാസ്സായാലും ഇന്നത് തരാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മൾ അവർക്ക് അത് ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചെറുപ്പം മുതലേ കുട്ടിയുടെ മനസ്സിൽ ഈ തരം ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് വിരോധമല്ല. എൻ്റെ വാപ്പൻ അങ്ങനെയായിരുന്നു, വാപ്പ ഇങ്ങനെ എന്തൊക്കെ പറയലുണ്ട്, ഇല്ലാത്തത് അങ്ങനെ പറയും, അത് ചെയ്യാന്ന് പറയും എന്ന് കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു കുട്ടി കളിക്കുന്ന സ്ഥലത്ത് ഉമ്മ വന്ന് കുട്ടിനെ വിളിച്ചിട്ട് കുട്ടിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ഞാനത് ഇന്നത് തരാം, മിഠായി തരാന്ന് പറയും പോലെ മിഠായി തരാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വന്നപ്പോൾ ആ കുട്ടിനോട് ചോദിച്ചു, നീ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വിളിച്ചത് വെച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ റസൂൽ പറഞ്ഞു, നീ ഇത് കൊടുക്കാതെയാണ് നീ വിളിച്ചതെന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അപ്പം അത് ചെറിയ കുട്ടികളിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട സംഗതിയാണ്. ഈ കുട്ടികൾ എന്തായാലും നമ്മൾ പഠിപ്പിക്കേണ്ട സംഗതി എന്തായാലും കളവ് പറയരുത് എന്ന് പഠിപ്പിക്കണം. ഇനി സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു അടിയോ അല്ലെങ്കിൽ ചെറിയൊരു ശിക്ഷയൊക്കെ കിട്ടിയാലും അതാണ് മോനെ ഒരു കളവ് പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് വളർന്നു വന്നാൽ സത്യസന്ധരായി മക്കൾ വളരും. നമ്മുടെ പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ രീതിയിലാണ് പല വലിയ വലിയ ആളുകളും, അവരൊന്നും മുസ്ലിങ്ങളല്ലെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായി ശരിക്കും പാലിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പാലിച്ച് ജീവിക്കാൻ്റെ ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.